ബിൻ വർക്കി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെയും അതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറിയുടെയും പ്രതികരണം കണ്ടല്ലോ. നിങ്ങൾ കരുതിയ വീര്യം അതിനുണ്ടായിരുന്നോ? അല്ല, ആ വീര്യം ആകെ ചോർന്നു പോയതിന്റെ പിന്നിൽ എന്താകാം? തീർച്ചയായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ അൻവറിനോട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, പറയണ്ടേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നുള്ള ലൈനിലാണ് ഇവിടെ വർത്തമാനം പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ആരോപണങ്ങളൊക്കെ അൻവർ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം വളരെ കൃത്യമായി കാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. അത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പുമായി കേന്ദ്രീകരിച്ച് ഉയർത്തുന്ന ആരോപണങ്ങളാണ്. ഇന്നിപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇനി അതും മാത്രമല്ല, പൂരം കലക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട അൻവർ മാത്രമല്ലല്ലോ ഇവിടെ വാദങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചത്. അവിടെ ആരോപണങ്ങൾ ഉന്നയിച്ച് CPI-യുടെ നേതാവായ VS സുനിൽകുമാർ ഉന്നയിച്ചു. കേരള കോൺഗ്രസ് ADGP-ക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. വർഗീസ് ജോർജ് എന്ന് പറയുന്ന LDF-ൻ്റെ ഘടകകക്ഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആനി രാജ വളരെ കൃത്യമായി RSSൻ്റെ ഫാക്ഷനാണ് കേരളത്തിലെ പോലീസിനെ നയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും കേരളത്തിൽ ആരോപണ വിധേയനായ എന്തൊക്കെ കാര്യത്തിലാണ്? സ്വർണം കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊലപാതക കേസ്, RSSുമായിട്ടുള്ള ഗൂഢാലോചന, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളിൽ ആരോപണ വിധേയനായ ഒരു ADGP-യെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയന് മടിയിൽ കനമുണ്ട് എന്നുള്ളതല്ലാതെ ഈ നാട്ടിൽ സാധാരണക്കാരൻ എന്ത് വിശ്വസിക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ AKG സെൻറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടെ കിടന്നവനാണ് രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ അൻവർ 8 കൊല്ലമായി കൂടെ കിടന്ന് അവിടെയുള്ള എല്ലാ കൊള്ളരുതായ്മകളെക്കുറിച്ചും പുറത്ത് പറയാൻ തുടങ്ങിയാൽ AKG സെൻറ്ററിൽ നിന്ന് ആൾ ഓടി ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ PV അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ സമക്ഷത്തിൽ ഇവിടെ പ്രതിപക്ഷം കാലങ്ങളായി ഉന്നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ പേടിയാണ്. ഇത്രയും കാലം പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ PV അൻവറിന് എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും കൊടുക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങനെയായിരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആ അധിക്ഷേപം ഒന്ന് തള്ളിപ്പറയാൻ പോലും പറ്റാത്ത പിണറായി വിജയനെ നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് കേട്ടാൽ ഏറ്റവും കൗതുകകരമായ കോമഡിയായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതിനെ ഓൺ ചെയ്ത മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ തിരിച്ചു കിട്ടണം ശ്രീ വേണു. അത് മാത്രമല്ല, ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അകപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹം വലിയ കുഴിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. പാർട്ടി ഒന്നടങ്കം പിണറായി ഫാൻസ് അസോസിയേഷനായി മാറുകയാണ്. ഇല്ലെങ്കിൽ ഒരാൾ വന്ന് ഒരു LDF-ൻ്റെ ഒരു MLA തന്നെ വന്നിട്ട് ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അതൊന്ന് അന്വേഷിക്കാൻ, ഇപ്പോൾ ഒരൊറ്റ കാര്യം പറയാം ഞാൻ, അതായത് RSSുമായിട്ടുള്ള കൂടിക്കാഴ്ച ADGP നടത്തിയത് 2023-ലാണ്. വേണു പിറ്റേ ദിവസം തന്നെ കേരളത്തിലെ ഇൻ്റലിജൻസ് കേരള മുഖ്യമന്ത്രിക്ക് RSS ADGP കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് കൊടുത്താണ്. ഈ അൻവർ ഈ ആരോപണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു ചോദ്യം പോലും ചോദിച്ചില്ല? ഇപ്പോഴാണല്ലോ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 1 കൊല്ലമായിട്ട് ഇത് അറിയാവുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അവിടെ സംസാരിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കറിയാം. അപ്പോൾ എന്തിനാണ് വേറെ ഒരു അന്വേഷണം? അപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കേന്ദ്രീകരിച്ച് നടക്കുന്ന അധോലോക സംഘത്തെ അവരുടെ തന്നെ പിണിയാളായിരുന്ന ഒരു MLA തുറന്നു കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു പുകില് മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇത് പ്രതിപക്ഷം കാലാകാലങ്ങളായി പറയുന്നതാണ്. ഇനിയും പറയാനുണ്ടെന്നുള്ള പേടിയാണ് ഇത്രമേൽ ലോലമായ മറുപടിയിലേക്ക് CPM-നെ മുഖ്യമന്ത്രിയെയും കൊണ്ടെത്തിച്ചത്.